ശബരിമലയിൽ സ്വർണ്ണക്കൊള്ളയുടെ കൂടുതൽ വിവരങ്ങൾ പുറത്ത്. ശിവവ്യാളി രൂപങ്ങളിലെയും പ്രഭാമണ്ഡലത്തിലെയും സ്വർണം കൊള്ളയടിച്ചെന്ന് പ്രത്യേക അന്വേഷണ സംഘം കണ്ടെത്തി. ഉണ്ണികൃഷ്ണൻ പോറ്റി, ഗോവർദ്ധൻ, പങ്കജ് ഭണ്ഡാരി എന്നിവരെ കസ്റ്റഡിയിൽ ആവശ്യപ്പെട്ടുള്ള അപേക്ഷയിലാണ് SIT കാര്യം വ്യക്തമാക്കിയത്. ചെന്നൈയിലെ സ്മാർട്ട് ക്രിയേഷൻസിൽ വെച്ചാണ് തട്ടിയെടുത്ത സ്വർണം വേർതിരിച്ചത്. സ്വർണം പങ്കജ് ഭണ്ഡാരിയുടെയും ഗോവർദ്ധന്റെയും കൈവശമുണ്ട്. ഈ സ്വർണം കണ്ടെത്തേണ്ടതുണ്ട് എന്നും പ്രത്യേക അന്വേഷണ സംഘം കസ്റ്റഡി അപേക്ഷയിൽ പറയുന്നു. സിജോ വി ജോൺ ഉണ്ട് വിവരങ്ങൾ നൽകാനായി. സിജോ, നോക്കൂ, ഞെട്ടിക്കുന്ന ഒരു റിപ്പോർട്ടാണ് ഈ പുതുവർഷ പുലരിയിൽ നാം കേട്ടത്. ഈ സ്വർണ്ണക്കൊള്ളയുടെ വ്യാപ്തി എത്രത്തോളം വലുതാണെന്ന് ആ SITയുടെ റിപ്പോർട്ടിൽ തന്നെ പറയുന്നുമുണ്ട്. എന്താണ് ശരിക്കും SIT റിപ്പോർട്ടിൽ കൂടുതലായി പറയുന്നത്? ശബരിമലയിൽ നിന്ന് ദ്വാരപാലക ശില്പവും അതോടൊപ്പം തന്നെ കട്ടിളപ്പാളിയും തട്ടിക്കൊണ്ടുപോയി അതിൽ നിന്ന് സ്വർണം എടുക്കുകയാണ് ഇവർ ചെയ്തിരുന്നത്. അതിൽ കട്ടിളപ്പാളിയിൽ കൊണ്ടുപോയിട്ടുള്ള അതിൻ്റെ തട്ടിപ്പിൻ്റെ കൂടുതൽ വിവരങ്ങളാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. ഈ പ്രഭാവലയമുണ്ട്, ഈ കട്ടിളപ്പാടി ഉൾപ്പെടുന്ന ആ സ്ഥലത്തെ ഏതൊക്കെ സംഭവങ്ങളാണ്, എത്രത്തോളം സ്വർണമാണ് കൊണ്ടുപോയിട്ടുള്ളത് എന്നുള്ള വിശദാംശങ്ങളാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. 7 പാളികളിൽ നിന്നാണ് സ്വർണം കവർന്നിരിക്കുന്നത് എന്നുള്ളതാണ് വ്യക്തമാക്കിയിരിക്കുന്നത്. ദശാവതാരങ്ങൾ ആലേഖനം ചെയ്തിരിക്കുന്ന 2 പാളികൾ, രാശി ചിഹ്നങ്ങൾ ആലേഖനം ചെയ്തിരിക്കുന്ന 2 പാളികൾ, കട്ടിലയിലെ മുകൾപ്പടിയിലെ പാളി എന്നിവിടയിൽ നിന്നാണ് ഈ സ്വർണം കവർന്നിരിക്കുന്നത്. ഇത് ചെന്നൈയിലെ സ്മാർട്ട് ക്രിയേഷൻസിൽ കൊണ്ടുപോയി അവിടെ നിന്ന് വേർതിരിച്ചെടുക്കുന്നു. പിന്നീട് ഈ സ്വർണം ഗോവർദ്ധന് വിൽപ്പന നടത്തിയതായും വ്യക്തമാക്കുകയും ചെയ്യുന്നുണ്ട്. എന്തായാലും നമ്മൾ ഇത്രയും നാൾ പറഞ്ഞതിന് അപ്പുറത്തേക്ക് കൂടുതൽ വിവരങ്ങൾ കൂടി പുറത്തു വരികയാണ്. ഈ സ്വർണ്ണ കട്ടിളപ്പാളി എന്ന് പറയുമ്പോൾ അതിൽ സ്പെസിഫൈ ചെയ്തുകൊണ്ടുള്ള വിവരങ്ങളാണ് ഇപ്പോൾ പുറത്തു വരികയും ചെയ്തിരിക്കുന്നത്. ഇവിടെ നിന്ന് കടത്തിക്കൊണ്ടുപോയിരിക്കുന്ന സ്വർണത്തിൽ 474 ഗ്രാം സ്വർണമാണ് ഗോവർദ്ധന് ഉണ്ണികൃഷ്ണൻ പോറ്റി വിറ്റിരുന്നത്. അത് ഗോവർദ്ധന്റെ കയ്യിൽ നിന്ന് പിടിച്ചെടുക്കുകയും ചെയ്തിട്ടുണ്ട്. ഇനിയും സ്വർണം പിടിച്ചെടുക്കാനുണ്ടെന്നുള്ള ഒരു വിവരവും ഈ കസ്റ്റഡി അപേക്ഷയിൽ വ്യക്തമാക്കുകയും ചെയ്യുന്നുണ്ട്. ഇന്നലെയാണ് ഈ ഉണ്ണികൃഷ്ണൻ പോറ്റിയെയും ഗോവർദ്ധനെയും പങ്കജ് ഭണ്ഡാരിയെയും അന്വേഷണ സംഘം കസ്റ്റഡിയിൽ വാങ്ങുന്നത്. ഇവരെ കസ്റ്റഡി ആവശ്യപ്പെട്ടുകൊണ്ടുള്ള അപേക്ഷയിലാണ് ഇതുമായി ബന്ധപ്പെട്ട കൂടുതൽ വിവരങ്ങൾ SIT വ്യക്തമാക്കിയിട്ടുള്ളത്. ഒപ്പം തന്നെ ഈ കേസുമായി ബന്ധപ്പെട്ട് ഇനിയും SITയുടെ ഒരു തുടർ നീക്കം എന്തായിരിക്കും സിജോ? ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് ശബരിമലയിൽ നിന്ന് കൊണ്ടുപോയിരിക്കുന്ന സ്വർണം കണ്ടെത്തുക എന്നുള്ളതാണ്. ഈ 474 ഗ്രാം സ്വർണം എന്നത് തത്തുല്യമായ ഒരു ഗോൾഡാണ് ഗോവർദ്ധനിൽ നിന്ന് പിടിച്ചെടുത്തിരിക്കുന്നത്. അപ്പോൾ യഥാർത്ഥത്തിൽ കൊണ്ടുപോയിരിക്കുന്ന സ്വർണം എവിടെയാണെന്നുള്ളത് സംബന്ധിച്ച് കണ്ടെത്തേണ്ടതുണ്ട്. ഇന്നലെ മുതൽ അവരെ കസ്റ്റഡിയിൽ ആവശ്യപ്പെട്ട് ചോദ്യം ചെയ്തു വരികയായിരുന്നു. ഇതുമായി ബന്ധപ്പെട്ട കൂടുതൽ വിവരങ്ങൾ ലഭിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് നമുക്ക് അന്വേഷണ സംഘത്തിൽ നിന്ന് അറിയാൻ ലഭിക്കുന്നത്. എന്തായാലും അത് വേഗത്തിൽ തന്നെ കണ്ടെത്തും. മറ്റു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് ഈ തട്ടിപ്പിൽ ഇനി രാഷ്ട്രീയ നേതാക്കൾ കൂടി ചോദ്യം ചെയ്യുന്ന സാഹചര്യത്തിലേക്ക് പോകുന്നുണ്ട്. ഇനി PS പ്രശാന്തിനെ ഒന്നുകൂടി ചോദ്യം ചെയ്യാൻ വേണ്ടി വിളിപ്പിക്കാൻ വേണ്ടി അന്വേഷണ സംഘം തീരുമാനിക്കുകയും ചെയ്തിട്ടുണ്ട്. അത് കുറേയധികം കാര്യങ്ങളിൽ വ്യക്തത വരാനുണ്ട്. അതുകൊണ്ടാണ് വീണ്ടും നോട്ടീസ് നൽകി അടുത്തയാഴ്ചയോടുകൂടി ചോദ്യം ചെയ്യാൻ വേണ്ടി തീരുമാനിക്കുകയും ചെയ്തിരിക്കുന്നത്. UDF കൺവീനർ അടൂർ പ്രകാശിനെയും ചോദ്യം ചെയ്യാൻ തീരുമാനിച്ചിട്ടുണ്ട്. അദ്ദേഹം അത് സംബന്ധിച്ച് നോട്ടീസ് ലഭിച്ചിട്ടില്ല എന്നാണ് പറയുന്നത്. പക്ഷേ അത് വൈകാതെ തന്നെ അടൂർ പ്രകാശിനും നോട്ടീസ് നൽകും. അത്തരം അന്വേഷണം ഇതുമായി നടക്കുന്നുണ്ട്. സ്വർണ്ണക്കൊള്ളയ്ക്ക് പുറമെ ഈ വിഗ്രഹ കടത്തുമായി ബന്ധപ്പെട്ട അന്വേഷണവും പുരോഗമിക്കുന്നുണ്ട്. ശരി, സിജോ വി ജോണാണ് വിവരങ്ങൾ നൽകിയത്.